ഈ ശശി തരൂരിന് എന്താണ് ഒരു പ്രത്യേകത? അദ്ദേഹം ഇതാ ഇപ്പോൾ സർവ്വ കോൺഗ്രസ്സുകാരും നരേന്ദ്രമോദിയെയും ട്രംപിനെയും അമേരിക്കൻ സന്ദർശനത്തെയും ഒക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ ഇനി പറയാൻ ചീത്തയൊന്നുമില്ല. പക്ഷെ ഇത് തരൂര് മാത്രം ഒരു വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്, ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ ട്രംപ് മോദി കൂടിക്കാഴ്ചയെ ഒരു വലിയ ലോകക്രമത്തിലെ ഒരു വലിയ വഴിത്തിരിവെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തരൂർ ഇങ്ങനെ പറയുന്നത്? ശശി തരൂരിന് തന്റെ ഭാവിയാണ് വലുത്. ബാക്കിയുള്ള കോൺഗ്രസ്സുകാർക്കല്ല ഗാന്ധി കുടുംബത്തിന്റെ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെങ്കിൽ അത് വാങ്ങി മുന്നോട്ട് പോകാമെന്നാണ് അവരുടെ ചിന്ത. കാരണം ഈ BJP-യുടെ ഇപ്പോഴുള്ള നേതാക്കളെ പരിശോധിച്ചാൽ അറിയാം, എംപിമാരെ പ്രത്യേകിച്ച് പരിശോധിച്ചാൽ അറിയാം, മിക്കവരും കോൺഗ്രസിൽ നിന്നുള്ളവരാണ്. വലിയ ശതമാന കണക്കുകൾ ഉൾപ്പെടെ പലരും പുറത്തു വിടുന്നത് ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ 100 എംപിമാരെ എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിമാരെ എടുക്കുന്നില്ല, 30% ഉള്ളതും കോൺഗ്രസിന്റെ നേതാക്കളാണ്. കാരണം ഇവർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു ഇനി ഈ കുടുംബത്തെ താങ്ങി നിന്നിട്ട് ഒരു ഗുണവുമില്ല. ആ കുടുംബത്തിന് സ്വന്തം താല്പര്യമാണ്, അല്ല രാജ്യ താല്പര്യമോ ജനങ്ങളുടെ താല്പര്യമോ അതോ ഈ രാജ്യത്തിന്റെ വികസനമോ രാജ്യത്തിന്റെ സുരക്ഷയോ രാജ്യത്തെ സൈനികരുടെ പ്രശ്നമോ അങ്ങനെയൊന്നും അവർക്ക് ചിന്തയില്ല. അമ്മയ്ക്ക് MP ആകണം, മകന് ഭാവി പ്രധാനമന്ത്രി ആകണം, അതോടൊപ്പം തന്നെ മകൾക്ക് MP ആകണം, അടുത്ത് മറ്റൊരു MP ഉണ്ടല്ലോ, ഇപ്പോൾ മരുമകനും MP ആകണമെന്ന് അദ്ദേഹം ജീവിതം മുഴുവൻ കറങ്ങി നടക്കുകയാണ് അദ്ദേഹം. ആ ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഇവരുടെ തന്നെ മക്കളുണ്ട്. രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാത്തതിന്റെ നഷ്ടം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ആ കുടുംബത്തിനും, ഭാഗ്യമാരെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടേതാണ്. അല്ലെങ്കിൽ അതിന്റെയും കൂടെ വോട്ട് ചെയ്യേണ്ട ഗതികേട് ചിലപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും. പക്ഷെ ഇപ്പോൾ പ്രിയങ്കയുടെ മക്കളെ വയനാട്ടിൽ കൊണ്ട് ചുറ്റിക്കറക്കുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം എന്തെന്നറിയില്ല. പക്ഷെ ഇത് വൈകിയാണെങ്കിൽ ശശി തരൂർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തനിക്ക് തന്റെ ഭാവിയാണ് വലുതെന്ന്. അതോടൊപ്പം തന്നെ ശശി തരൂരിനോടൊപ്പം പാർലമെന്റിൽ പോരാടിയ ജ്യോതിരാദിത്യ സിന്ധ്യയും അതോടൊപ്പം തന്നെ പല നേതാക്കളും ഇന്ന് പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് BJP-യുടെ നേതാക്കളായി. ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് BJP-യുടെ നേതാവാണ്. ബഹുഗുണ അല്ലെ, ഉത്തർപ്രദേശിലെ പ്രീത ബഹുഗുണ, അവർ ഇന്ന് BJP-യുടെ പാളയത്തിലാണ്. അങ്ങനെ പല നേതാക്കളും ഇന്ന് കേരളത്തിലേക്ക് വന്നാൽ അനിൽ ആന്റണി, അച്ഛൻ രണ്ടാമനായിരുന്നല്ലോ, UPA സർക്കാരിൽ രണ്ടാമനായിരുന്ന ആളുടെ മകൻ ഇന്ന് BJP-യിലാണ്. കരുണാകരന്റെ ലീഡറിന്റെ മകൾ ഇന്ന് പത്മജ BJP-യിലാണ്. പലപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ സമരകാലത്ത് കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിച്ച ടോമടക്കൻ ഇന്ന് BJP-യിലാണ്. അങ്ങനെ നൂറുകണക്കിന് നേതാക്കൾ BJP-യിലേക്ക് വരുന്ന ഒരു അവസരമുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അല്ലാതെ ഇനി കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല. അദ്ദേഹം അന്ന് മല്ലികാർജുന ഖാർഗെക്കെതിരെ മത്സരിച്ചിരുന്ന, കാരണം പൊതുജനത്തിന്റെ അന്ന് ആ മത്സരം ഇങ്ങനെയായിരുന്നു, പൊതുജനവും കോൺഗ്രസും തമ്മിലുള്ള മത്സരമായിരുന്നു. പൊതുജനം ആഗ്രഹിച്ച് ശശി തരൂർ AICC-യുടെ പ്രസിഡന്റായി വരണമെന്ന രീതിയായിരുന്നു. പക്ഷേ നമ്മുടെ സോണിയാഗാന്ധിയുടെ കുടുംബം ആഗ്രഹിച്ചത് ഖാർഗെ. കാരണം ഇദ്ദേഹത്തിന് ഞാൻ അതുകെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഈ ഖാർഗെയുടെ മക്കൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഈ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. നെഹ്റു കുടുംബത്തിന്റെ ചില പേരുകളാണ് തന്റെ മക്കൾക്ക് വേണ്ടി ഈ ഖാർഗെ മാറ്റിവെച്ചിരിക്കുന്നത്. അത്രത്തോളം ആ ബന്ധമുണ്ട് ആ കുടുംബവുമായി. അതുകൊണ്ട് ആ വിധേയത്വം കൊണ്ട് അദ്ദേഹത്തിന് ഒരു സമ്മാനമായി നൽകിയിരിക്കുന്നു. കാരണം നരേന്ദ്രമോദിയോട് തുടർച്ചയായി തന്നെ പരാജയപ്പെട്ടുമ്പോൾ ഇനിയൊരു പരാജയപ്പെടാൻ ആരുണ്ടെന്ന് തിരക്കിയപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇരുന്നോട്ടെ എന്ന രീതിയിൽ. പക്ഷെ വലിയ മാറ്റം കൊണ്ടുവരാൻ ശശി തരൂരിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ സ്വപ്നം കാണുന്നത് എങ്ങനെയെങ്കിലും ഈ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കണമെന്ന രീതിയിലാണ്. ഈ നമ്മൾ അബ്ദുള്ള കുട്ടിയുടെ കാര്യം കണ്ടിട്ടുണ്ട്. അബ്ദുള്ള കുട്ടി അങ്ങനെയാണല്ലോ, ഈ വിവാദം ഉണ്ടാക്കി അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് മാറണമെന്ന് ചിന്തിച്ചാൽ അദ്ദേഹം ഉടനെ വിവാദം ഉണ്ടാക്കും. കാരണം CPM-ൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകണമെന്നുണ്ടായത് ഇപ്പൊ ഗുജറാത്തിൽ പോയി അദ്ദേഹം മോദിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് കോൺഗ്രസിലേക്ക് പോകും. പിന്നീട് അദ്ദേഹത്തിന് പിന്നെയും അവിടെ നിന്ന് ചാടണമെന്നുണ്ടായിരുന്നപ്പോ വീണ്ടും വിവാദം ഉണ്ടാക്കി, മോദിയെ പുകഴ്ത്തി പറയും. ഇപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ശശി തരൂർ മാറിയിരിക്കുന്നത്. അല്ല, അതുപോലെ അബ്ദുള്ള കുട്ടിയെ പോലെ അദ്ദേഹവും BJP-യിൽ വരുമോ? അല്ല, വരാനുള്ള സാധ്യത. അദ്ദേഹം അതോടൊപ്പം തന്നെ ഈ ചർച്ചകൾ മുൻപേ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു BJP മനസ്സാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ മുരളീധരനോ മുരളീധരനോ BJP-യിലേക്ക് വന്ന് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അവരിപ്പോ ഒരു BJP അനുകൂലമായി നിൽക്കുന്നു. പക്ഷെ കേരളത്തിന് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്നു. ആ രീതിയാണ് ശശി തരൂരിനുമുള്ളത്. ശശി തരൂരിന് എപ്പോഴും ഒരു നാഷണൽ ചിന്താഗതിയാണ്, ദേശീയതയാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഇടക്കാലത്ത് അദ്ദേഹം ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. കാരണം ഈ മുസ്ലിം ലീഗിന്റെ തിണ്ണനിറങ്ങാൻ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി
അന്ന് പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാമെന്ന ചിന്തയിൽ അദ്ദേഹം ഒരു യാത്രയല്ല നടത്തിയിരുന്നു കേരളത്തിൽ. അതും നടന്നില്ല. അതിനെ കേരളത്തിലെ നേതാക്കൾ വെട്ടിയൊതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ദേശീയ തലത്തിൽ പ്രസിഡന്റ് ആകണമെന്ന സ്വപ്നം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പിന്നീട് കേരളത്തിൽ മുഖ്യമന്ത്രി ആകണമെന്ന സ്വപ്നം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പിന്നെ BJP പരാജയപ്പെടുത്തുവാൻ വേണ്ടി ചില മണ്ഡലങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം വിജയിച്ച് MP ആയി പോകുന്നു. അതിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നും അദ്ദേഹത്തിന് സംശയമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തന്നെ അദ്ദേഹം എന്തോ ഭാഗ്യത്തിന് കടന്നുകൂടിയതാണ്. ഇദ്ദേഹം ഈ ശശി തരൂരിന് വലിയ ലീഡുള്ള മണ്ഡലങ്ങളിലേക്ക് BJP പതുക്കെ കടന്നു കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വോട്ട് കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷമുള്ള ശശി തരൂരിനെ വെറും 17,000-ന് 20,000-ന് താഴെ എത്തിക്കാൻ രാജീവിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ മാറ്റത്തിന്റെ സൂചനയാണ്. ആ മാറ്റം കുറച്ചും കൂടി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തൃശ്ശൂരിൽ BJP പ്രവർത്തിച്ച ഒരു ശൈലി ഉണ്ടല്ലോ, കൃത്യമായി തന്നെ വോട്ട് ചേർക്കാനും ഒരു 2-3 വർഷമായി തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിലുണ്ടായിരുന്നു. ആ പ്രവർത്തനം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ശശി തരൂരിൽ വീട്ടിയിരിക്കുമായിരുന്നു അല്ലെ? കാരണം അങ്ങനെ ഒരു വലിയ രീതിയിലേക്കുള്ള വോട്ട് ചേർക്കുന്ന പരിപാടിയോ അതോ ഈ തീരപ്രദേശങ്ങളിൽ നേതൃത്വത്തിൽ അതൊന്നും നടന്നില്ല. അതെ, ഈ തീരപ്രദേശങ്ങളിലെ വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അത് പൊതുവെ അറിയാവുന്ന ഈ എന്തുകൊണ്ട് തീരപ്രദേശങ്ങളിലെ പ്രശ്നം അവിടെ BJPക്ക് വർഷങ്ങളായി തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വോട്ട് കുറയുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാനുള്ള ശ്രമം പോലും തിരുവനന്തപുരത്തെ നേതൃത്വം നടത്തുന്നില്ല. പക്ഷെ ഈ രാജീവ് വന്നപ്പോ അവസാന ഘട്ടത്തിൽ ആ മേഖലയിലേക്കെല്ലാം കടന്നു ചെന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അയാൾ തൃശ്ശൂരിൽ കണ്ട ഒരു പ്രവർത്തനം തിരുവനന്തപുരത്ത് കണ്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ MP ആയിരിക്കുന്നത്. അത് ശശി തരൂർ തിരിച്ചറിയുന്നു. ഇനി BJPയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചിന്ത കൊണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വേറൊരു വിവാദം ഇതിനുണ്ട്. കേരള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ വ്യവസായം തുടങ്ങണമെങ്കിൽ 1-2 മണിക്കൂറുകളോ 1-2 സെക്കൻഡുകളോ 1-2 ദിവസം മതിയോ, അങ്ങനെ എന്തോ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ, വ്യവസായത്തിന് അനുകൂലമായ ഒരു മന്ത്രിസഭയും ഒരു മുഖ്യമന്ത്രിയുമാണ് കേരളത്തിലുള്ളത് എന്ന രീതിയിലുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. ഇതിനെതിരെ VD സതീശനും K മുരളീധരനും അടക്കമുള്ള എല്ലാ നേതാക്കളും അല്പസമയം മുമ്പ് പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം മോദിയെ മാത്രമല്ല പിണറായി വിജയനും എല്ലാവരെയും അങ്ങ് പുകഴ്ത്തി പോവുകയാണ്. അതായത് മൊത്തത്തിൽ കോൺഗ്രസിനെ അദ്ദേഹം മടുത്തു. കോൺഗ്രസിനെ തന്റെ ശത്രുവാക്കാൻ തുനിഞ്ഞിറങ്ങിയതുപോലുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. അബ്ദുള്ളക്കുട്ടിയുടെ തന്ത്രം ശശി തരൂർ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ്. പിണറായി വിജയനെ പുകഴ്ത്തുക, മോദിയെ പുകഴ്ത്തുക, ശത്രുക്കളെ എല്ലാം പുകഴ്ത്തുക. രാഹുൽ ഗാന്ധി രാവിലെ എണീച്ച് മോദിക്കെതിരെ പറയുമ്പോൾ ഉച്ചയാകുമ്പോൾ ഇദ്ദേഹം മോദിക്ക് അനുകൂലമായി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എന്തായാലും രാഹുലിനുള്ള ഒരു പണിയും കൂടിയാണ്. അതോടൊപ്പം ശശി തരൂരിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ 2024 ഒരു വലിയ ടൈറ്റ് മത്സരമായിരുന്നല്ലോ. ആ ടൈറ്റ് മത്സരം ഉണ്ടാകുമ്പോൾ ശശി തരൂരിനെ പോലെ ഒരു നേതാവായിരുന്നെങ്കിൽ കൂടുതൽ തന്ത്രങ്ങൾ മെനയാനുള്ള അവസരം കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് നാം ശശി തരൂരിന്റെ വോട്ട് ബേസ്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത് മുഴുവൻ യുവാക്കളാണ്. ഈ മോദിയെ പിന്തുണയ്ക്കുന്നവരെ കണക്കെടുത്ത് നോക്കുമ്പോഴും അവിടെയും യുവാക്കളാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ തരംഗമാണല്ലോ നരേന്ദ്രമോദി നിൽക്കുന്നത്. ഇപ്പൊ എന്തെല്ലാം പറഞ്ഞാലും അല്ലെ, യുവാവായ 55-കാരനായ രാഹുൽ ഗാന്ധിയും 70 വയസ്സുള്ള നരേന്ദ്രമോദിയും എടുക്കുമ്പോൾ അതെ ഏറ്റവും കൂടുതൽ യുവാക്കൾ പിന്തുണയ്ക്കുന്നത് നരേന്ദ്രമോദിയാണ്. പക്ഷെ ഈ ശശി തരൂരാണ് ഈ കോൺഗ്രസിനെ നയിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള വോട്ട് ഇങ്ങോട്ട് മാറ്റാമായിരുന്നു. ചെറുപ്പക്കാരുടെ വോട്ട് കോൺഗ്രസിലേക്ക് വന്ന പല മണ്ഡലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും. BJP ഇപ്പോൾ പല മണ്ഡലങ്ങളിലും പണ്ടെല്ലാമാണ് 1 ലക്ഷം 4 ലക്ഷം BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമാണ് വലിയ വിജയം ഉണ്ടാകുന്നത്. ഇപ്പോൾ BJP നോക്കുന്നത് 1000 വോട്ടിനെങ്കിലും വിജയിച്ചു കയറുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടു, ഹരിയാനയിൽ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പല മണ്ഡലങ്ങളും പരിശോധിച്ചാൽ അറിയാം, ഒരു 10,000-ൽ താഴെ വോട്ടായിരിക്കും പല മണ്ഡലങ്ങളിലും BJP വിജയിച്ചു കയറുന്നത്. ആ മണ്ഡലങ്ങളിലെ കുറച്ച് യുവാക്കളുടെ വോട്ട് കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വിജയം ഉറപ്പാണ്. പക്ഷെ ഈ യുവാക്കൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യാനുള്ളത്? രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയോ, അതോ ഖാർഗെക്ക് വേണ്ടിയോ, സോണിയാഗാന്ധിക്ക് വേണ്ടിയോ, പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയോ? അത് അവർക്ക് ഫേസ് ഇല്ല, ഉത്തരമില്ല കോൺഗ്രസിന്റെ. അതെ, ആ ഫേസ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ വോട്ട് ലഭിക്കാത്തത്. പക്ഷെ ശശി തരൂർ തന്റെ കരിയറിൽ
പരമാവധി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു, പലതവണ ക്ഷമിച്ചു. ഇനി നടക്കില്ലെന്ന് കണ്ടോ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു ജ്യോതിരാദിത്യ സിന്ധ്യയോ അല്ലെങ്കിൽ ഒരു അനിൽ ആന്റണിയോ ഒരു പത്മജയോ ആകാനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം. അതുകൊണ്ട് കോൺഗ്രസിനെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തന്നെ പുറത്താക്കുക എന്ന ലക്ഷ്യവുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്.